ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രണ്ട് പാനീയങ്ങളാണ് കാപ്പിയും ചായയും. ഇവയെക്കുറിച്ച് കൂടുതൽ അറിയാം. നമസ്കാരം, മാജിക് ലാമ്പിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ പത്രത്തിൽ വായിച്ചതേ ഉള്ളൂ ചായയെ കാപ്പിയെക്കുറിച്ച്. കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ചായയും കാപ്പിയാണ്. അതിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സുലൈമാനി എന്ന് പരിചയപ്പെടാം, അതായത് സ്പൈസി സുലൈമാനി. ഈ സുലൈമാനി ഉണ്ടാക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ വീഡിയോ കണ്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. സ്പൈസി സുലൈമാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം. അപ്പോൾ 2 ഗ്രാമ്പു, ഒരു കുഞ്ഞ് കറുവാപ്പട്ട, ഒരു ഏലക്ക, ആവശ്യത്തിന് തേയില. നമ്മളിവിടെ മധുരത്തിന് പഞ്ചസാര യൂസ് ചെയ്യുന്നില്ല, കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്നോർത്ത് ഒരു സ്പൂൺ തേൻ. ചായപാത്രത്തിലേക്ക് വെള്ളമൊഴിച്ച് നമുക്ക് സ്റ്റൗ ഓണാക്കാം. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രാമ്പും കറുവാപ്പട്ടയും ഏലക്കായും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചു. എന്ന് പറഞ്ഞാൽ ഒന്ന് പൊട്ടിച്ചു. അത് പൊട്ടിച്ചില്ലെങ്കിലും സാരമില്ല, നമുക്ക് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നന്നായി തിള വന്നതിന് ശേഷം നമുക്ക് ഒരു കുറച്ച് മാത്രം മതി. അത് ഓരോ തേയിലയുടെ അനുസരിച്ച് എത്രയാണോ കടുപ്പം വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള തേയില കുറച്ച് മാത്രം. ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് ആ തേയിലയുടെ കടുപ്പമെല്ലാം നന്നായിട്ട് ഇറങ്ങുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായി തിളയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പാൽച്ചായക്ക് ഇടുന്ന പോലെ തേയില ഇട്ടാൽ ഇതിനകത്ത് പണി കിട്ടും. കാരണം പാൽച്ചായ എന്ന് പറയുമ്പോൾ നമുക്ക് കടുപ്പ് ഇച്ചിരി കൂടിയാലും വലിയ പ്രശ്നമില്ല. അപ്പം നന്നായിട്ട് തിളച്ച് കടുപ്പമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇത്ര ആവശ്യമേ ഉള്ളൂ കടുപ്പം. ചിലർക്ക് കുറച്ചും കൂടെ വേണ്ടി വരുമായിരിക്കും. അപ്പോൾ അതനുസരിച്ച് തേയില കൂട്ടിയാൽ മതി. അപ്പം ഇത് നമുക്ക് ഓഫ് ചെയ്യാം. നമുക്ക് അതൊന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് തേൻ ആഡ് ചെയ്യാം. നല്ല സ്പൈസി ചൂട് കട്ടൻ ചായ, അതായത് സുലൈമാനി റെഡി ആയിരിക്കും. സ്പൈസി സുലൈമാനി നമുക്കിവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.